അതാണ് പ്രശ്നം. എന്തെങ്കിലും മനസ്സിൽ ഒന്ന് കയറിയാ പിന്നെ പോകൂല. ആകെ ടെൻഷനാണ്. ആ കുറെ നേരം ആയില്ലേ പോയിട്ട്? അമ്മ വല്ലതും പറഞ്ഞ? അമ്മ ഞങ്ങൾ ചെന്നപ്പോ ഭയങ്കര ഫോണിലായിരുന്നു. അമ്മയടുത്ത് ചോദിച്ചപ്പോ അമ്മ പറഞ്ഞു നിങ്ങൾ അറിയേണ്ട കാര്യമല്ലെന്ന്. പിന്നെ പറയുകയും ചെയ്തു ഇത് എല്ലാവരും അറിയിക്കേണ്ട കാര്യമൊന്നല്ല എന്നൊക്കെ പറഞ്ഞു. അവൾ അങ്ങനെ പറഞ്ഞ? എന്താ ഒന്നുമില്ല. ദീപോ കേശു എന്താ പ്രശ്നം? അച്ഛൻ പറഞ്ഞ കേട്ടില്ലേ ഒന്നുമില്ലെന്ന്. നീ പോ. അപ്പൊ ഇവിടെ എന്തോ കാര്യം ഒരു പ്രശ്നം ഉണ്ടല്ലോ. ശിവാനി എന്താടി? അതെ, എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയാനുള്ളതല്ല, പ്രത്യേകിച്ച് നിന്നോട്. അപ്പൊ നീ പോ, നിന്റെ റൂമിലോട്ട് പോ. ചെല്ലേ. ആ അത് ശരി. ഞാൻ ഇവിടെ ഉള്ള ഒരാളല്ലേ, ഈ വീട്ടിൽ താമസിക്കുന്ന ആൾ തന്നെയല്ലേ? അല്ല. എന്റെ അടുത്ത് പറഞ്ഞ എന്താ പ്രശ്നം? ഇല്ലടാ, ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ എന്ത് പോടാ. ആ ഇതാണ് പറഞ്ഞു ഇവിടെ ഉള്ള ആർക്കും എന്നോടൊരു സ്നേഹവും ഇല്ലാന്ന്. തുടങ്ങി അവന്റെ സെന്റിമെന്റ്സ് തുടങ്ങി. ഇടേ നിനക്ക് അറിഞ്ഞുകൂടെ ഇവിടെ ഉള്ള ആൾക്ക് നിന്റെ അടുത്ത് സ്നേഹം ഇല്ലാന്ന്? പിന്നെ എന്തിനാ അതിന് എപ്പോഴും പൊക്കി പറയണത്? നീ പോടാ. അണ്ണാ പോ. ചെല്ലണ്ണ പോ. പോടാ പോടാ. പോണ്ട. പിന്നെ അമ്മ എന്താ പറഞ്ഞു? ഞാൻ പറഞ്ഞില്ലേ, പറയാൻ പോയപ്പോൾ തന്നെ ഇത് നിങ്ങളൊന്നും അറിയേണ്ട കാര്യമില്ല എന്നാലും ചുട്ടടി വെച്ചു പറഞ്ഞ് ഓടിച്ചു. അപ്പോഴത്തേക്കും എവിടേക്കും മാമ വന്നു. ഞങ്ങളിങ്ങനെ ചോദിച്ചു കൂടുതൽ കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കാനായിട്ട് പോയത്. അപ്പോഴത്തേക്കും അവിടെ മാമ വന്ന് ഞങ്ങൾ ഓടിച്ച് ഇവിടുന്ന് ഇപ്പൊ രണ്ടിനെ ഓടിക്കും. ഓക്കെയോ? അയ്യോ കൊച്ചുങ്ങളെ അടുക്കളയിൽ പറഞ്ഞു വിട്ടിട്ട് വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇരിക്കുകയായിരിക്കും. പിന്നെ കൊച്ചുങ്ങൾക്ക് വരെ നിന്നെ പറഞ്ഞു വിടാൻ പറ്റും? എന്താണ് ഇത്ര അറിയാൻ വേണ്ടി ഇരിക്കണത്? ഓ എന്നിട്ട് വേണം അവിടെ ചെന്ന് പറഞ്ഞു കൊടുക്കാൻ. എവിടെ പോയി പറഞ്ഞു കൊടുക്കാൻ? തജാജിയുടെ അടുത്ത്. ഞാൻ പറയേണ്ടവരുത്ത് പറയുള്ളൂ. അയ്യോ വന്ന വഴി എന്നാ പോ. വാ. എന്ത് വാ. ഞാൻ ഒരു കാര്യം പറയാം. നിനക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഞാൻ പറയണം. എൻ്റെ ചേച്ചിക്ക് ഈടായിട്ട് ഫോൺ വിളി കുറച്ച് കൂടുതലാണ്. എൻ്റെ പിള്ളേരെ കാര്യം പോലും ശ്രദ്ധിക്കാൻ സമയമില്ല. ഇപ്പം ചേച്ചി കൊച്ചുങ്ങളെ നിങ്ങളെ നോക്കണില്ല എന്നുള്ളതാണോ അതോ ചേച്ചി ഫോണിൽ ആരുടെങ്കിലും സംസാരിക്കണം എന്നുള്ളതാണോ പ്രശ്നം? രണ്ടും ഉണ്ട്. ഓഹാ, അപ്പം സംശയരോഗം പിന്നെയും തുടങ്ങി. ഇവിടെ എന്തോടാ പറയണത്? സംശയരോഗം? ശ്രീകുട്ടഞ്ഞ് വാ പറയട്ടെ. ഇത്രയും ദൂരമൊക്കെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ. ഇത്രയും ദൂരം അല്ല, നേരം ഫോൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. എന്താണ് ഏതാണ് ആരുടെടുത്താണ് വിളിക്കണമെന്നൊക്കെ നമ്മൾ അറിയണ്ടേ? എത്തരക്കാരന്മാരാണെന്ന് എങ്ങനെ അറിയടേ? ചിലമാർ സ്നേഹം നടിച്ച് വിളിക്കും, അടുത്ത ബന്ധുക്കളെ പോലെ പെരുമാറും, എന്നിട്ട് ചതികുഴി കൊണ്ട് ചാടിക്കും. അറിയാമല്ലോ ഫോൺ ട്രാപ്പിങ്. ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ നിനക്ക്. അതെ, ചേച്ചിക്ക് ആരെടുത്ത് എപ്പം എങ്ങനെ ഏത് രീതി സംസാരിക്കണമെന്ന് വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട്. അവളെ എൻ്റെ കുടുംബത്തിൽ പടവലം വീട്ടിൽ പറഞ്ഞതാണ്, കുടുംബത്തിൽ പറഞ്ഞവളാണ്. അയ്യോ എനിക്കറിയാം, അതുകൊണ്ടാണല്ലോ ഞാൻ കെട്ടിയത്. ഇതൊന്നും അല്ല. പടവലം വീട്ടിൽ അങ്ങേ തലയ്ക്ക് വിളിക്കണമായി. അവൻ പടവലം വീട്ടിൽ ജനിച്ചവനാണാ? ഫോണിൻ്റെ ആണാ? അല്ലല്ലേ? എടാ നീ സഹോദരനും ഞാൻ ഭർത്താവുമാണ്. അപ്പം അങ്ങേ തലക്കിൽ അവന്മാരാണ് ഇരിക്കണത്, നിങ്ങൾ അങ്ങ് ഉറപ്പിച്ച്. അവളുമാരല്ല. എടാ ശ്രീകുട്ടാ, ഞാൻ പറയണ കാര്യമായിട്ടെടേ. അവൾ ആരെയാണെന്ന് വിളിക്കണമെന്ന് നിനക്കറിയണ്ടേ? നിനക്കറിയാനുള്ള അവകാശമില്ലേ? നമ്മൾ അറിയണ്ടേ? അറിയണ്ടേ? ടെൻഷൻ അടിച്ചിരിക്കുകയാണ് ആകപ്പാട്. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.